വന്യദേവിയുടെ പുറകിൽ വന്നാണ് വന്യദേവിയുടെ പുറകിൽ നിന്ന് വന്നതല്ല, വന്യദേവി ഇവിടെ നിൽക്കുമായിരുന്നു. കണ്ടത് ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ടോ എന്റെ കണ്ണാടി വേണ്ടത് വെള്ളത്തിലൊക്കെ കരക്കലായി കരക്കലോട് കരക്കല വെള്ളത്തിനകത്തല്ല, ടാങ്കിലെ വെള്ളത്തിനകത്തല്ല ടാങ്കിലെ വെള്ളത്തിനകത്തെല്ലാം കരക്കലാണ്. കൈയെല്ലാം കൊള്ളിക്കുന്നതും എന്തെല്ലാം ആ കാണുന്നപ്പോൾ നമ്മുടെ കടക്കാണ് കടക്കലും പല പല വേറെ ഒന്നാക്കുന്നത്. ആസിലും മൂസിലും എല്ലാം ഉണ്ടല്ലോ കണക്കിങ്ങനെ കറി അവിയലും തോരനും ഒക്കെ. അവിയലും തോരനും ഒരു ചായ പോലും എണ്ണയൊന്നും ഇല്ലാത്ത അവിയലും അവിയലൊക്കെ കൊള്ളാം. അവിയലോ തോരനോ ഇന്നൊന്നും ഒരു എണ്ണയില്ല, ഇന്നെന്തോ ചോറ് തന്നെയുള്ളൂ. ഞാൻ ഇത്രയും പേർക്കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരി എണ്ണയൊക്കെ ചേർക്കും അമ്പലക്കാരി കല്യാണമല്ല. ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ 2:45-3 ആവാറായില്ലേ, അപ്പോഴത്തേനും ആരുമില്ല, എല്ലാവരും ഉണ്ട് കഴിഞ്ഞു പോയി. പിന്നെ ചോറില്ലാതെ എനിക്ക് അവിടെ ഇരുന്ന അടങ്ങാൻ ഇരുന്നേക്ക് പിന്നെ പോകാൻ എന്തായാലും പോകാനാണ്. ചോറിരിക്കില്ല ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. രുചിയായിട്ട് വെച്ച് ഞാൻ പറയുക അതിനകത്തൊക്കെ ഒരു തുള്ളി നമ്മളുണ്ടാക്കുന്ന പോലെ ഒന്നും ഒരു എണ്ണയോ ഒന്നും ഇല്ല. കാരണം ഇത്രയും ആൾക്കാർക്ക് ഉണ്ടാക്കുന്നില്ല, ഇങ്ങനെ ഒത്തിരി എണ്ണ വായിച്ചിരിക്കും. അന്നേരം പോലെ ഗ്യാസ് അടി അറിയോ, ഗ്യാസ് അടിച്ചത് വേടിക്കുക. ഇച്ചിരി ചോറ് എന്നും ഞാൻ തേങ്ങ ഒരു മണി 12 1 മണി അങ്ങനെ ഇത് ഇന്ന് 3 മണിയായപ്പോൾ ഇച്ചിരി ചോറ് രാത്രിയിലൊന്നും തിന്നുന്നില്ലയോ, അടിച്ചത് ഗ്യാസ് അടിച്ചാൽ വീർപ്പിക്കുക. ഒരു നേരം ചോറ് തിന്നുമ്പോഴത്തേക്ക് നമ്മളത് വീർക്കും. നോണ്ടെല്ലാം വീർപ്പിക്കുക. ഇവരെല്ലാം അടിച്ചെന്തെല്ലാം വേറെ കൊണ്ടിട്ടാ അതൊന്നും എടുക്കില്ല. ഇന്നലെ കാവിപ്പൂജ വേണം ഇന്ന് ഇവന്മാരെ പൂജ കഴിഞ്ഞ് അമ്പലത്തിലെ യജ്ഞാചാര്യന്റെ ഇവിടെ നിന്ന് കേൾക്കാം. അവര് പറയാ അമ്പലത്തിൽ പോകുന്നത് കൊണ്ടും പിന്നെ ഈ വീടിന്റെ നായകൻ ഈ വീടിന്റെ രക്തകരീകരണം കഴിച്ചത് കൊണ്ടോ ആളുകൾ നന്നാവുകയോ നേരെയാവുകയോ ചെയ്തില്ല. ആളുകൾ മനസ്സുകൊണ്ട് നേരെ അവിടെ നന്നാകും. അയൽക്കാരെ ചുറ്റും അയൽക്കാരെ അവരും പറഞ്ഞു നടക്കുന്നവരോ അസുര സ്വഭാവമുള്ളവരും കുതിരനായിട്ടൊന്നും എന്തോ എഴുതിയെന്ന് പറഞ്ഞാലും ദൈവവിശ്വാസികളാവുന്നില്ല. ശരിക്കൂടാന്ന് പറയുന്ന ആശ്രയിക്കൂടായിരിക്കും ചെയ്യുന്നത്. അതും പരിപാടി സ്വഭാവമാണ്. അല്ല ഇവിടെ നമ്മുടെ ചെറുവല്ല അമ്പലത്തിലെ നൈറ്റിക്കറി കെട്ടിയിട്ടുണ്ട്. അതിനകത്തൂടെ കേൾക്കാറുണ്ട് മാത്രമായിട്ട്. അപ്പം ഭഗവാൻ എന്തുവാ കൃഷ്ണൻ കർണനെ കൊല്ലുന്നത് പോകടിക്കുക ഭഗവാൻ കൊല്ലിക്കുന്നത് കർണനെ. അപ്പൊ കർണൻ ചോദിക്കും ഇതാണോ ധർമ്മം, എന്റെ ആയുധങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഭഗവാൻ ചോദിക്കും നീ അഭിമന്യുവിനോട് നിങ്ങൾ ധർമ്മം ചെയ്തോളാം. അഭിമന്യുവിനോട് നീ ധർമ്മം ചെയ്താണോ? ഇന്നത്തെ നീ ധർമ്മത്തിന്റെ കാര്യം പറഞ്ഞു. നീ എന്ത് ധർമ്മോ അധർമ്മവും ചെയ്തോ, നീ അധർമ്മം ചെയ്തോ, നിനക്ക് അധർമ്മത്തിൽ കൂടെ കർമ്മമായി. അല്ല നിനക്ക് നല്ല ധർമ്മം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ നല്ലത് ചെയ്യണം. നീ നല്ലത് ചെയ്തിട്ടുണ്ടോ ഭഗവാൻ. അതുപോലെ ഇവന്മാരുടെ
കുഞ്ഞോടുമാരെല്ലാം നരകത്തിൽ പോത്തേ ഉള്ളൂ. പണ്ടൊക്കെ ചെയ്തിട്ട് നേരമൊന്നും വീട്ടിൽ പോകുന്നില്ല. ജന്മജന്മാന്തരം നശിച്ച് നാരായണക്കാരി വെട്ടിയിട്ട് പോത്തേ ഉള്ളൂ. കർണൻ ഇപ്പാവില്ല. കർണനൊന്നുമില്ലാതെ കയ്യൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ടെയാണ് ഭഗവാൻ സൂചിക്കുന്നത്. കൊല്ലാൻ പറയുന്നത് ഭഗവാൻ പറയും ഇതിനെ കൊന്നേക്കാൻ. അപ്പം കർണൻ ചോദിക്കുമോ എന്റെ ആയുധം ഇല്ലാത്തവനൊക്കെ ആയുധം ഇല്ലാത്തവനെ വിടണമെന്നാണല്ലോ. ആയുധം ഇല്ലാത്തോ നടന്നോ കേൾക്കുന്നത് ഭഗവാൻ പറയും ഈ അഭിമന്യനോട് ധർമ്മം ചെയ്തോളാ ചോദിക്കും. ഇവിടുത്തെ അഭിമന്യനോട് ധർമ്മം ചെയ്താലോ ഇല്ലല്ലോ. ഇത് നീന്തോടെ ധർമ്മത്തിന്റെ കാര്യം പറയുന്നത്. അവരോ ചെയ്യുന്നതനുസരിച്ചാ കർമ്മഫലം. അത്രേ ഉള്ളൂ പറയും ഭഗവാൻ. നീ എന്തോ ചെയ്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു. വിളിച്ചു പോവാ പലവരെ കരുവടം എന്തോ ചേച്ചയുടെ ജനയുടെ ഈ പെട്ടാവയെ മോന്തയാണ് ഇവിടെ കാണുമ്പോഴത്തേക്കില്ല. അസുര മോന്ത കാണണം. ജനയുടെ മോന്തയെ കാണാനുള്ളത്. ജനയുടെ മോന്തയിൽ കാണാനുള്ളൂ. പക്ഷെ അവിടെ മോന്തയുള്ളൂ അവിടെ പരിവും കാണുന്നു. ഇവിടെ കാണുമ്പോഴത്തേക്ക് മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് തീയൊന്നും ഇല്ലാതെ ചില അളമാരും ഇങ്ങനെ ആസക്തി രൂപമായിട്ട് മാറിയിരിക്കുക. മറ്റുള്ളവരെ ചെയ്യുന്ന പറയുന്നത് മറ്റിച്ച് നാരായണക്കല്ല് വെച്ച് വേണ്ടിയിരുന്നു. കഥാവെല്ലാം ഓടിച്ചു വെച്ച് നിന്നതാ. ജന്മജന്മാന്തരം ജയിച്ച് മറ്റുള്ളവരെല്ലാം തിരിച്ചു വരയ്ക്കുന്നത്, മറ്റുള്ളവരെ നാശത്തിലോട്ട് വിടുന്നത്.